കലൂർ സ്റ്റേഡിയത്തിലെ VIP ഗാലറിയിൽ നിന്നും വീണ ഗുരുതരമായി പരിക്കേറ്റ MLA ഉമാ തോമസ് വെന്റിലേറ്ററിൽ. തലയ്ക്കും വാരിയലിനും ശ്വാസകോശത്തിനും സാരമായ പരിക്ക്. 24 മണിക്കൂർ നിരീക്ഷണത്തിൽ തുടരുകയാണ്. രക്തസ്രാവം നിയന്ത്രണ വിധേയം. വിദഗ്ധ പരിശോധന അനിവാര്യമെന്നും അടിയന്തര ശസ്ത്രക്രിയയുടെ ആവശ്യമില്ലെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് പിന്നെ നമുക്കറിയാം ഒരു ഹെഡ് ഇഞ്ചുറി ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ അത് ഏത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഏത് ഹെഡ് ഇഞ്ചുറി ആണെങ്കിലും 24 മണിക്കൂർ അത് മോണിറ്റർ ചെയ്യണം. ആ മോണിറ്ററിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ തന്നെ നല്ലൊരു ന്യൂറോ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ബാക്കിയുള്ള ഡോക്ടേഴ്സൊക്കെ ആയിട്ട് ഒരു കൺസൾട്ട് ചെയ്യുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വേറൊരു ടീം വരുന്നുണ്ട്. എല്ലാവരുമായിട്ടും ഇത് ചെയ്യുന്നുണ്ട്. ആവശ്യമായ കൊടുക്കാൻ പറ്റാവുന്ന എല്ലാ മെഡിക്കൽ സഹായവും കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ശുഭകരമായ കാര്യമാണ്. സ്റ്റെബിലൈസ് ചെയ്ത് വരികയാണ്. നേരത്തെ ഉണ്ടായിരുന്ന മറ്റ് പാരാമീറ്റേഴ്സ് എല്ലാം ബാക്കിയുള്ള ഒരു BP മറ്റ് കാര്യങ്ങളെല്ലാം ശരിയായി വരികയാണ്. അപ്പോൾ ഒരു നല്ല പ്രതീക്ഷയ്ക്കുള്ള രീതിയാണ്. അല്ല, അതൊക്കെ സെക്കൻഡറിയാണ്. അതൊന്നും അങ്ങനെ ഗുരുതരമായ കാര്യങ്ങളല്ല. ഒരു ഇഷ്യൂ ഉള്ളത് നമ്മുടെ ഒരു ഹെഡ് ഇഞ്ചുറിയാണ്, വീഴ്ചയിൽ പറ്റിയതാണ്. കുറേ മൾട്ടിപ്പിളായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ ഒരു ഗൗരവതരമായ നമുക്കങ്ങനെ ഇപ്പം തന്നെ അതെല്ലാം പരിഹരിക്കപ്പെടേണ്ട വിഷയമല്ല. അത് നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ ഞങ്ങളുടെ ഒരു പരിഗണന, നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ്, ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാവരും ജില്ലാ ഭരണകൂടമുണ്ട്, ബാക്കിയുള്ള ഇവിടുന്നുള്ള മന്ത്രിമാരെല്ലാം എല്ലാവരും, ജനപ്രതിനിധികൾ, ഞങ്ങളെല്ലാവരും കൂടുതൽ മെഡിക്കൽ ടീം വരും. അവർ ഒന്നുകൂടി വാച്ച് ചെയ്ത് നമുക്ക് നമ്മുടെ നാട്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു മെഡിക്കൽ കെയർ കൊടുക്കുക എന്നുള്ളതാണ്. മറ്റേതൊക്കെ നമുക്ക് പിന്നീട് പരിശോധിച്ചിട്ട് നമുക്ക് പറയാം. അതല്ല നമ്മുടെ പ്രയോറിറ്റി, നമ്മുടെ അതല്ല. അപ്പോൾ ഒരു നല്ല രീതിയിൽ ഇല്ല, അങ്ങനെയൊന്നും ഒരു തീരുമാനം എടുത്തില്ല. ഇവിടെ ഷീസ് ഗെറ്റിംഗ് ഗുഡ് കെയർ, നന്നായിട്ട് കിട്ടുന്നുണ്ട്. അവർ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പരാതിയൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. മാത്രമല്ല ആശുപത്രി മാനേജ്മെൻറ്റും വളരെ ലിബറലാണ്. വേറെ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ അവർ കൺസൾട്ട് ചെയ്യും. കോർഡിനേഷനൊക്കെ വളരെ ഭംഗിയായിട്ട് അവർ ചെയ്യുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നൊരു ടീം വരും. അവർ അവിടെ നിന്ന് യാത്ര ചെയ്യിച്ചിട്ടുണ്ട്. അവർ കൂടി വന്ന് സംസാരിച്ച് എല്ലാം നോക്കും. ഒരു ആവശ്യമായത് ഇവിടെ തന്നെ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ആവശ്യമായിട്ടുള്ള മെഡിക്കൽ കെയർ ഈ ആശുപത്രിയിൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ബന്ധുക്കളുടെയും നമ്മുടെയൊക്കെ ഒരു കൺസേൺ ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ നമുക്ക് അവൈലബിൾ ആയതുകൊണ്ടും MLA ഒക്കെ ആയതുകൊണ്ടും അവിടെ നിന്നൊരു ടീം വരുന്നുണ്ട്. അപ്പോൾ അവരുടെയും കൂടി ഒരു അഡ്വൈസ്, അവരും വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർ കൂടി വരട്ടെ, ഒരു കൂടി വന്ന് നോക്കുമല്ലോ സാധാരണ. നമ്മൾ ആ മൂഡിലല്ല. പിന്നെ അത് സാധാരണ കയറിയിട്ട് നമ്മൾ കയറി പറയാവുന്ന, നാളെ പരിശോധിച്ചിട്ട് പറയാം നമുക്ക്. അല്ല, അത് ഇതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. തന്നെയാണ് നമുക്കുള്ള വിവരം അല്ലല്ലേ ഞാൻ പറഞ്ഞത്. ഡോക്ടർമാരിൽ നിന്ന് കിട്ടിയ വിവരമാണ്. അവരെ പരിശോധിച്ച എല്ലാ ഡോക്ടർമാരുമായിട്ടും ഞങ്ങൾ പ്രധാനപ്പെട്ട ആളുകളെ ഞങ്ങൾ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസ് MLA സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിലവിൽ നല്ല ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും മറ്റ് ചികിത്സാ നടപടികൾ ആരംഭിച്ചതായുമാണ് VD സതീശൻ അറിയിച്ചിട്ടുള്ളത്. അതേസമയം സ്റ്റേഡിയത്തിലെ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് പരിശോധന നടത്തുമെന്ന് കൊച്ചി കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, നേരത്തെ പ്രതിപക്ഷ നേതാവ് MLA സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളെ കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞതുപോലെ നിലവിൽ വിദഗ്ധമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുക എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ മറ്റ് നടപടികളും ആരംഭിക്കുന്നുണ്ട്. എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ആശങ്ക വേണ്ട എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഉമാ തോമസ് MLA കിടക്കുന്ന ഈ ആശുപത്രിയിൽ എത്തി ഡോക്ടർമാരടങ്ങുന്ന സംഘത്തോട് സംസാരിച്ച ശേഷമാണ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. നിലവിൽ മികച്ച ചികിത്സ ലഭ്യമാക്കാനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 11 മണിയോടുകൂടി മെഡിക്കൽ സംഘം, അതായത് കോട്ടയത്തെ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടും അതോടൊപ്പം തന്നെ അവിടുത്തെ വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന സംഘം, മറ്റൊന്ന് എറണാകുളത്തെ
കളമശ്ശേരി ആശുപത്രിയിലെ മെഡിക്കൽ കോളേജിലെ മറ്റൊരു സംഘം ഡോക്ടേഴ്സും ഇവിടെ 11 മണിയോട് കൂടി എത്തും. ആരോഗ്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ വിലയിരുത്തലുകളും ഉണ്ടാകും. ഈ 2 മെഡിക്കൽ സംഘവും എത്തിയതിനു ശേഷം ഇവിടുത്തെ മെഡിക്കൽ ബോർഡുമായിട്ട് ചേർന്ന് ഇനിയുള്ള ചികിത്സ ഏത് വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളൊരു കാര്യത്തിലും തീരുമാനമുണ്ട്. നിലവിൽ ആശങ്ക വേണ്ട എന്ന് തന്നെയാണ് ഡോക്ടർമാരടങ്ങുന്ന സംഘവും അതോടൊപ്പം തന്നെ ഇവിടെ ആശുപത്രിയിലെത്തി ഡോക്ടർമാരോട് സംസാരിച്ച രാഷ്ട്രീയ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പ്രതിനിധികളും പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം, നേരത്തെ മെഡിക്കൽ സംഘം മാധ്യമങ്ങൾ കണ്ട സമയത്ത് പറഞ്ഞത് അടിയന്തരമായിട്ടുള്ള ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല, മറിച്ച് 24 മണിക്കൂർ നിരീക്ഷണം അനിവാര്യം തന്നെയാണ്. ഈ 24 മണിക്കൂറും കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഉമാ തോമസ് MLA വെന്റിലേറ്ററിൽ തുടരുകയാണ്. തലച്ചോറിനും അതോടൊപ്പം തന്നെ നട്ടെല്ലിനും പരിക്കേറ്റിട്ടുണ്ട്, ശ്വാസകോശത്തിന് മുറിവേറ്റിട്ടുണ്ട്. ഈ വാരിയൽ പൊട്ടി ശ്വാസകോശത്തിന് മുറിവേറ്റു, ശ്വാസകോശത്തിൽ രക്തം കയറിയിട്ടുണ്ട്. രക്തം കട്ട പിടിച്ചൊരു സാഹചര്യം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആന്തരിക രക്തസ്രാവം നിലവിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ടുള്ളൊരു ശസ്ത്രക്രിയയിലേക്ക് കടക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് മെഡിക്കൽ വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഈ വീഴ്ചയിലാണ് ഈ തലയ്ക്ക് പരിക്കേറ്റിട്ടുള്ളത്. അതായത് വീണ സമയത്ത് കോൺക്രീറ്റ് പാളിയിലേക്കാണ് വീണത്. തലയുടെ പിൻഭാഗം ഇടിക്കുകയും ചെയ്തു. ഇതാണ് തലച്ചോറിന് ക്ഷതമേൽക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. മറ്റൊന്ന്, വാരിയലിൽ പൊട്ടി ശ്വാസകോശത്തിന് മുറിവേറ്റു, ശ്വാസകോശത്തിൽ രക്തം കയറി. ഇതാണ് ഗുരുതരമായിട്ടുള്ള ഒരു പരിക്കായിട്ട് നിലവിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ 24 മണിക്കൂർ അതിൻ്റെ നിരീക്ഷണം അനിവാര്യം തന്നെയാണ്. മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം, നിലവിലെ ആശങ്ക ഇല്ല, അതോടൊപ്പം തന്നെ നിരീക്ഷണം അനിവാര്യമാണ്. ഈ രക്തം കട്ടപിടിച്ചൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിരീക്ഷിക്കുന്ന 24 മണിക്കൂറും സുപ്രധാനമായിട്ടുള്ളൊരു ചികിത്സാ സംവിധാനം ഒരുക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് മികച്ച ഡോക്ടർമാരെ ഇവിടേക്ക് എത്തിക്കുന്നത്. മെഡിക്കൽ ബോർഡ് കൂടി അതിനുശേഷം മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കുകയും ചെയ്യും. ഏകദേശം 18-20 അടി ഉയർച്ചയിൽ നിന്നുമാണ് ഉമാ തോമസ് MLA താഴേക്ക് വീണത് കോൺക്രീറ്റ് പാളിയിൽ തലയിടിച്ചുകൊണ്ടുമാണ്. ഇതാണ് തലയ്ക്ക് ക്ഷതമേൽക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. മറ്റൊന്ന്, നട്ടെല്ലിന് ക്ഷതം ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. വീണത് വാരിയലിൻ്റെ ഭാഗത്ത് നല്ല ക്ഷതമേറ്റിട്ടുണ്ട്. വീണത് തലയിടിച്ചും ഒപ്പം തന്നെ വാരിയൽ ഭാഗം ഇടിച്ചുമാണ്. അതുകൊണ്ടാണ് ആ ഒരു ക്ഷതം ഏറ്റത്. ഒപ്പം ഈ മുഖത്തും ഒക്കെ തന്നെ പുറമേയും ചില ചെറിയ പരിക്കുകളുണ്ട്. ഏറ്റവും സാരമായിട്ടുള്ളത്, ഗുരുതരമായിട്ടുള്ളത് തലച്ചോറിനേറ്റ പരിക്കും ശ്വാസകോശത്തിനേറ്റ പരിക്കുമാണ്. ഇതിൽ ഒരു നിരീക്ഷണം മെഡിക്കൽ ബോർഡ് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ അമിതമായിട്ട് രക്തം നേരത്തെ ആദ്യഘട്ടത്തിൽ പോയിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ ആന്തരിക രക്തസ്രാവം ഇല്ല എങ്കിലും അതിൽ ഒരു നിരീക്ഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം 11 മണിയോടുകൂടി എത്തിച്ചേർന്നതിന് ശേഷമായിരിക്കും മറ്റ് ചികിത്സാ സംവിധാനങ്ങൾ ഏത് വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളൊരു കാര്യത്തിലും വ്യക്തത ഉണ്ടാകുകയുള്ളൂ. ഈ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ളൊരു ആക്ഷേപം കൂടി നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ പരിപാടി നടക്കുന്ന ഒരു നൃത്ത പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉമാ തോമസ് MLA കലൂർ സ്റ്റേഡിയത്തിലേക്ക് എത്തിയത്. VIP ഗാലറിയിൽ നിന്നുമാണ് പൊടുന്നനെ താഴേക്ക് പതിച്ചത്. ഈ VIP ഗാലറിയിൽ സാധാരണ രീതിയിൽ ഒരു ഗാലറി ഒരുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സുരക്ഷാ ബാരിക്കേഡോ അല്ലെങ്കിൽ കൈവരിയോ വെക്കാറുണ്ട്. പക്ഷേ ഇവിടെ വെച്ചിരുന്നത് ഒരു ചെറിയ സ്റ്റീലിൻ്റെ ചെറിയൊരു തൂണ് പോലെയുള്ള റിബൺ കെട്ടിയ ഒരു സംവിധാനം താൽക്കാലികമായിട്ടാണ് വെച്ചിരുന്നത്. ഈ VIP ഗാലറി എന്ന് പറയുന്നത് ഈ കാണികളുടെ ഗാലറിയോട് ചേർന്ന് ഒരു ചെറിയ ഭാഗം സ്റ്റേജിന് വേണ്ടിയിട്ടും അതിന് തൊട്ട് താഴെ തന്നെ 35-40 പേർക്ക് ഇരിക്കുവാൻ തക്ക രീതിയിലുള്ള ഇരിപ്പിടമായിട്ടുമാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവർ പങ്കെടുത്ത പരിപാടിയാണ്. മന്ത്രിയോടക്കം കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം സ്വന്തം ഇരിപ്പിടത്തിലേക്ക് പോകുന്ന സമയത്താണ് ഉമാ തോമസ് പൊടുന്നനെ താഴേക്ക് വീണത്. താഴെ കോൺക്രീറ്റ് പാളിയിൽ തലയിടിക്കുകയും ചെയ്തു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാനായിട്ട് തൊട്ടടുത്ത് പാലാരിവട്ടത്ത് സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ആംബുലൻസിൽ കയറ്റി എത്തിച്ചു. എടുത്തുകൊണ്ടാണ് ആംബുലൻസിലേക്ക് കൊണ്ടുപോയത്. കാരണം ഒരുപാട് ആളുകൾ 12,000-ലധികം നർത്തകർ എത്തിച്ചേരുന്ന ഒരു പരിപാടി, അതിലേറെ കാണികൾ എത്തിച്ചേരുന്ന ഒരു പരിപാടിയും കൂടിയായിരുന്നു. അതുകൊണ്ട് എടുത്തുകൊണ്ട് പുറത്തുള്ള ആംബുലൻസിൽ കയറ്റി തിരികെ ആശുപത്രിയിലേക്ക് വരികയായിരുന്നു. ഉടൻ തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റി പിന്നീട് CT സ്കാനിങ്ങിനും അതോടൊപ്പം തന്നെ MRI സ്കാനിങ്ങിനും വിധേയമാക്കുകയും ചെയ്തു. എന്തായാലും അതിൻ്റെ പരിശോധനാ ഫലങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. നിലവിൽ വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ്. 24 മണിക്കൂർ നിരീക്ഷണത്തിലുമാണ്. അതോടൊപ്പം തന്നെ 11 മണിയോടുകൂടി രണ്ട്
സംഘങ്ങൾ 2 മെഡിക്കൽ സംഘങ്ങൾ ഇവിടേക്ക് എത്തും. എറണാകുളം മെഡിക്കൽ കോളേജിലെയും അതോടൊപ്പം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള സംഘവും ഈ പറയുന്ന പാലാരിവട്ടത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തും. ഇവിടുത്തെ മെഡിക്കൽ ബോർഡുമായിട്ട് കൂടിയാലോചന നടത്തിയതിന് ശേഷമായിരിക്കും തുടർ ചികിത്സാ സംവിധാനത്തിലേക്കും കടക്കുക. എന്തായാലും സുരക്ഷാ വീഴ്ച സംബന്ധിച്ചുള്ള കാര്യത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ പരിശോധന നടത്തുന്നുണ്ട്. വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള നടപടികളിലേക്കും കടക്കുമെന്നാണ് കമ്മീഷണർ അടക്കമുള്ള ആളുകൾ ഇവിടെ വന്നതിന് ശേഷം പറഞ്ഞിട്ടുള്ളത്. ജില്ലാ കളക്ടർ അതോടൊപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികൾ, ഹൈബിയുടെ MP അടക്കമുള്ളവർ ആദ്യഘട്ടം മുതലേ ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ വന്ന് കണ്ടതിന് ശേഷം മെഡിക്കൽ വൃത്തങ്ങളോട് കാര്യങ്ങൾ ആരാഞ്ഞതിന് ശേഷമാണ് നിലവിൽ പുറത്തേക്ക് പോയിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങുകയും ചെയ്യും. രേഷ്മ, ഉമാ തോമസ് MLA വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ അറിയാൻ സാധിക്കും.